സുറുമ വരച്ച പെണ്ണെ റജല ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി. എന്താ പാട്ടല്ലേ? ഒരു യൂട്യൂബറാ ഇത്, പേര് നിഷാല് സ്ട്രിപ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബാണ് ഇവൻ്റെ ഇത്. അപ്പൊ അതില് ഇവനെയൊന്നും ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടുള്ളൊരു വ്യക്തിയെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിത്വം അടിപൊളിയാണ്. ഈ മനുഷ്യന് ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ട് വലയിലാക്കിയിട്ടുള്ള സ്ത്രീകളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. എങ്ങനെ ഇതുപോലുള്ള ആണിൻ്റെയൊക്കെ വലയിലേക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീകളായാലും വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും ഒക്കെ പെട്ടുപോകുന്നെന്നുള്ളതാ. ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവനെ തേടിയിട്ട് പോകുന്ന പോലെയാ. ക്യൂവാ തോന്നും ഇവനെ പോലുള്ള ആൾക്കാരുടെ വലയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കുറച്ചെങ്കിലും കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ വലയിലേക്കൊന്നും ഇത്രയധികം സ്ത്രീകൾ വീണു പോവില്ല. ഇതിനെക്കുറിച്ച് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നേക്കുന്നത് ഖാദർ കരിപ്പൊടിയാ, നമ്മുടെ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി. അദ്ദേഹം പറയുന്നുണ്ട് ഇവനെക്കുറിച്ച് നന്നായിട്ട് തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം. എന്നെ ഒരു പെൺകുട്ടി ചതിച്ചു, എന്നെ ആ പെൺകുട്ടി ചതിച്ചു എന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യം ഒരു വോയിസ് കോൾ, പിന്നെ ഒരു വീഡിയോ കോൾ, പിന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു CCTV ഫുട്ടേജ്. അങ്ങനെ പറയണം, ഞാൻ തമാശയാക്കി പറയല്ല കേട്ടോ. അതായത് ആദ്യം വീഡിയോ കോൾ ചെയ്യും, ആ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ന്യൂഡിറ്റി കാണിച്ച സമയത്ത് അത് റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്തിട്ട് വഴങ്ങുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് അയച്ചു കൊടുക്കില്ല. എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ആരെയാണ്? കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ. കല്യാണം കഴിഞ്ഞ എങ്ങനെയുള്ള സ്ത്രീകളെ? അതായത് ഡിവോഴ്സായി കിടക്കുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ചിട്ട് ഡിപ്രഷനിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പാട്ട് പാടിക്കൊടുത്ത് അവരെ താലോലിച്ച് അവർക്കൊരു നല്ല ക്ലാസ് എടുത്തു കൊടുത്ത് എന്നിട്ട് ആ ക്ലാസിന്റെ പൂർണ്ണ രൂപത്തിന് വേണ്ടിയിട്ട് താമരശ്ശേരി ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോകും. കേട്ടില്ലേ? അവൻ സ്ത്രീകളെ അയക്കാനാലും പെൺകുട്ടികളെ അയക്കാനാലും വലയിൽ വീഴ്ത്തുന്നത്. ആദ്യം തന്നെ സെന്റിമെന്റ്സ്, ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അതിനിടയിൽ കൂടി അവന്റെ കാര്യങ്ങൾ അവന് ചെയ്തു വരുന്നു. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറച്ചു പോകുന്നു. ചെവിക്കലടിച്ചിട്ട് ഇവനെയൊക്കെ തകർക്കാൻ ആളിലായിട്ടാ. നമുക്ക് എന്തായാലും ആ കാര്യം കൂടി ഒന്ന് കേൾക്കാം. നോക്കണം കേട്ടോ, ആൾക്ക് നല്ല തീറ്റ കൊടുത്തതിന്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട, മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല, അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും, അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായി. ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല, മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ കുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. എന്തൊരു സംസ്കാര സമ്പന്നനല്ലേ? ലൈവിലാണ് ഇവൻ ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ തോന്നിവാസങ്ങളൊക്കെ ഇവൻ പറയുന്ന ടൈമില് അവന്റെ വീട്ടുകാരില്ലേ, ആ വീട്ടുകാരൊന്നും കേൾക്കുന്നില്ലേ? ഇങ്ങനെ ഒരു ചെറ്റയാണ് മകനെന്നുള്ളത് ആ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അവനുള്ള ശിക്ഷ അവര് തന്നെ കൊടുക്കണ്ടേ? ഇതുപോലുള്ള തോന്നിവാസിയൊക്കെ ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ദ്രോഹമല്ലാതെ വേറൊന്നും അവൻ ചെയ്യുന്നില്ല. ഇപ്പൊ അവനക്കുള്ള പൂട്ട് വീണിട്ടുണ്ട്, ഇപ്പൊ അവൻ അറസ്റ്റിലായിട്ടുണ്ട്. ഇവന്റെ ഈ ക്രൂര വിനോദം കൊണ്ട് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രമല്ല, ഒന്നിലധികം പേരുടെ കേസുകൾ ഇപ്പോൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ ചിന്തിച്ചു പോവുക, ഈ സ്ത്രീകളൊക്കെ എന്തും കരുതിയിട്ടാ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഡിപ്രഷനിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇവരെ പോലത്തുള്ള ഞരമ്പന്മാരുടെ കയ്യിലേക്ക് എങ്ങനെ അകപ്പെട്ടു പോകുന്നു? ഇവരെ പോലുള്ള ആൾക്കാരെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും രക്ഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരാ. എത്രയൊക്കെ കണ്ടാലും കേട്ടാലും ഒന്നും പഠിക്കില്ല. ആദ്യം തന്നെ ഈ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നമ്മളോട് നല്ല വർത്താനം പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ വേറൊരു മനുഷ്യ മൃഗം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കണം. അതിനൊന്ന് കുറച്ച് കോമൺ സെൻസ് വേണമെന്നൊക്കെ പറയുന്നത്. ഇത് അതൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരാണെങ്കിൽ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ വേഗം വീഴാൻ വേണ്ടിയിട്ട്, വീഴാൻ മാത്രമല്ല ശരിക്കും അതിന് പറയേണ്ട വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വായെന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല. നല്ല കോരിച്ചൊരിയുന്ന മഴയത്തെ തണുത്ത് നിറച്ചിട്ട് ബൈക്കിൽ കെട്ടിപ്പിടിച്ചുള്ള പോകണ്ടല്ലോ, ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഒരു ചൂട് തട്ടാണ്ട് എന്റെ പൊന്നേ.
ഇവന്റെ ഒക്കെ ഇതുപോലുള്ള വർത്താനം കേട്ടിട്ടാണോ നിന്നെയൊക്കെ പോലുള്ള ആൾക്കാർ ഇവന്റെ വലയിൽ വീഴാൻ വേണ്ടി പോകുന്നത്? ചിലപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടി ഒരു 17, 18, 19 വയസ്സുള്ള ആ ഒരു ഏജ് ലിമിറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കില്ല ഇതുപോലുള്ള ആൾക്കാരുടെ മനസ്സിലിരിപ്പ്. അപ്പൊ അവരെ നമ്മൾ കുറ്റം പറഞ്ഞല്ല, അവരെ നമ്മൾ പറഞ്ഞ് തിരുത്തുക ചെയ്യേണ്ടത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഡിവോഴ്സ് ഒക്കെ ആയ ആൾക്കാർ, അല്ലെങ്കിൽ ഡിപ്രഷനിൽ എന്തെങ്കിലും ഒരു ഫാമിലി മാറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആണ്ടെടുത്ത് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് സമാധാനിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കും അല്ലേ ഇതൊക്കെ പറയുന്നുണ്ടാവന്. സമാധാനം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് കിട്ടി ബോധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ പറയുന്ന കേട്ടിട്ടാണോ നീയൊക്കെ പോയിട്ട് വീണ് പോകുന്ന ഇവന്റെ ഒക്കെ വലയില്? കഷ്ടം തോന്നുന്നു. നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലേ? എത്ര പേരാ വീണിട്ടുള്ളത്? കതർക്കരിപ്പൊടി ഇപ്പൊ വീണ്ടും 100, 200 എത്ര പേരാണ് വീണെന്ന് മനസ്സിലാകുന്നില്ല. അതിന് മാത്രം എന്ത് യോഗ്യതയാണ് ഇവനക്കുള്ളത്? അവന്റെ വായിന്ന് വരുന്ന ആ ഒരു ഭാഷയൊക്കെ കേട്ടിട്ടാണോ? ഇപ്പൊ അവന്റെ യൂട്യൂബിലൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരുന്ന കാണുമ്പോണ്ടല്ലോ വല്ലായ്മ തോന്നിപ്പോന്ന് കാണുമ്പോ. ഇവർക്കൊന്നും ബുദ്ധിയില്ലേ? കാരണം ഇതുപോലുള്ള വാക്കുകൾ കേട്ട് ഇവന്റെ ഈ സൗണ്ടിലാ പോലും പല സ്ത്രീകളും വീണ് പോകുന്നത്. അയ്യോ, എമ്മാതിരി സൗണ്ട്, വീണ് പോണ്ട സൗണ്ട് തന്നെയാണ്. ഒരാള് കമന്റ് അയച്ചതാണേ, ഞാൻ അതൊന്ന് വായിക്കാം. മക്കളെ മറന്ന്, ഭർത്താവിനെ മറന്ന്, കുടുംബം മറന്ന്, സമൂഹത്തെ മറന്ന്, തന്റെ കടമയും കർത്തവ്യവും കർമ്മവും മറന്ന് വല്ലവന്റെയും പുന്നാരിക്കയിൽ മയങ്ങി കുടുങ്ങി പോകുന്ന സ്ത്രീകളെ എത്ര തന്നെ ബോധവൽക്കരണം നടത്തിയാലും പ്രയോജനമില്ല. അതിനുള്ള പ്രധാനം നമ്മൾ പുരുഷന്മാരുടെ കാര്യ ഗൗരവമായ അനാസ്ഥകൾ തന്നെയാണ്. ഉപ്പ കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ രക്ഷകർത്താവ് എന്നത് അവരുടെ ഭർത്താവാണ്. പക്ഷെ ഭർത്താവ് പൂർണ്ണനായിരിക്കണം എന്ന് മാത്രം. ഇതിനോട് യോജിക്കാൻ തന്നെ തോന്നുന്നത്. കാരണം കല്യാണം കഴിഞ്ഞാല് പിന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു സ്ത്രീയില് അധികാരമുള്ളത്, അതിനിപ്പോ സ്നേഹത്തിന്റെ ഭാഷയിലായി കഴിഞ്ഞാലും എന്തെങ്കിലും തെറ്റ് കണ്ട ശകാരത്തിന്റെ ഭാഷയിലായി കഴിഞ്ഞാലും ഒക്കെ നമ്മളെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അവകാശം പുരുഷനുണ്ട്. ആ ഒരു അവകാശം വെച്ച് തന്നെ എല്ലാ പുരുഷന്മാരും ഓരോ സ്ത്രീയെ നിയന്ത്രിക്കാമെന്നേ പറയുന്നുള്ളൂ. അല്ലാണ്ട് കാർക്കും കീഴിലിട്ട് ചവിട്ടി ഇറക്കാമെന്നല്ല പറയുന്നത്. സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാത്ത ഒരു സ്ത്രീയും ഇന്ന് ലോകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് കുടുംബ ബന്ധം നല്ല നിലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതൊരാളുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതാകല്ല, ഈഗോ ഹേർട്ടായിട്ട് ഓരോ പുരുഷന്മാർ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഈഗോ ആയിട്ട് സ്ത്രീകളും നിൽക്കും. അപ്പൊ ആ ലെവലിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ജീവിതം അങ്ങ് ഇല്ലാതാവും. അതിൻ്റെ ഇടയിലാണ് ഇതിനെ പോലെയുള്ള കൃമികീടങ്ങൾ വന്നിട്ട് അടിഞ്ഞു കൂടുന്നത്. അപ്പൊ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, നമുക്കൊരു ജീവിതം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ആണും പെണ്ണും തീരുമാനിക്കുക. ആ തീരുമാനത്തിന്റെ ഇടയ്ക്ക് മൂന്നാമതൊരാള് വരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അകറ്റി മാറ്റിയിരിക്കണം. ഇതത് മാറ്റാൻ വേണ്ടി ഉദ്ദേശമില്ലാതെ അവന്റെ വലയിലേക്ക് അങ്ങ് ചാടിപ്പോകുന്ന സ്ത്രീകളായാലും അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലിൽ ചാടിപ്പോകുന്ന പുരുഷന്മാരായി കഴിഞ്ഞാലും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാല് പിന്നെ ജീവിതത്തിൽ എന്താ അർത്ഥമാണുള്ളത്? ഒരർത്ഥവുമില്ല. നമ്മുടെ കുടുംബ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ്. അതിൽ കൂടുതലും ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് തന്നെയാണ്. പുരുഷന്മാരുടെ സ്വഭാവം പലതരത്തില് വ്യത്യാസമായിരിക്കും. കുറേ അധികം ആൾക്കാർ പരുക്കന്മാരായിരിക്കും. അവരെയൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. എന്നിട്ടും മാറാൻ വേണ്ടി ഉദ്ദേശം ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോകാം, വേറെ നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാം. അല്ലാതെ ഇതുപോലുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ പോവുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ പലതരത്തിലുള്ള ആൾക്കാരെയും ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്, കാരണം ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ അവനെടുത്ത് വെച്ചിട്ട് അതും വെച്ചുകൊണ്ടാണ് പല സ്ത്രീകളെയും ഇവന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. എന്നിട്ട് പണം തട്ടുക. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് ലാസ്റ്റ് വരാൻ പോകുന്ന ഗതി എന്ന് പറയുന്നത് ആത്മഹത്യയാ. കാരണം സമൂഹത്തിന്റെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആത്മഹത്യ ചെയ്യുക. ആ ഒരു നിലയിലേക്ക് പോവുകയുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊരാണായി കഴിഞ്ഞാലും ചിരിച്ചു കളിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളെ മുതലെടുക്കാനെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കും. നമ്മൾ സ്റ്റഡി ആയി കഴിഞ്ഞാല് നമ്മളെ മുന്നിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പുരുഷനും വരാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരാൾക്കും ധൈര്യം ഉണ്ടാവുകയില്ല. അതിന് പെണ്ണുങ്ങൾ തന്നെയാണ് കരുതിയിരിക്കേണ്ടത്. നമ്മുടെ ശരീരം ബാക്കിയുള്ളവർക്കൊരു വിൽപ്പനച്ചരക്കായിട്ട് അല്ലെങ്കിൽ ഒരു കാഴ്ച വസ്തുവായിട്ട് ഇതുപോലെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്താൽ മാത്രമേ അവർക്കത് ചെയ്യാനാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ ആവില്ല, നിന്റെ വലയിൽ ഞാൻ വീഴില്ല എന്നുള്ളത് ഓരോ സ്ത്രീയും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന നെറികെട്ട പുരുഷന്മാരൊന്നും ആരുടെയും ജീവിതത്തിൽ വരില്ല. അത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാതെ പോകുന്ന ഏതൊരു പെണ്ണിനും അധപതനം തന്നെയാണ്, ഒടുവിൽ ആത്മഹത്യയിലേക്കും പോകും. അത് തന്നെയാണ് നടക്കുക. ഖാദർഭായി ഇതുപോലൊരു വാർത്ത പുറം ലോകത്ത് അറിയിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്, അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്.